ഹായ് നമസ്കാരം, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരിക്കൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു ലൈക്കും കൂടി തരണേ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി എടുത്തതിൻ്റെ നേർപകുതിയാണ് മല്ലിപ്പൊടി എടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ല എങ്കിൽ മൈദ ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നാരങ്ങ പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ നാരങ്ങ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും 1/4 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടിയാണ് ചതച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്താലും മതിയാവും. ഇപ്പോൾ ഞാനിവിടെ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അതല്ലെങ്കിൽ 1 മണിക്കൂർ ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു കുഴിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വല്ലാണ്ട് അങ്ങ് ഫ്രൈ ആയി വരേണ്ട കാര്യമില്ല. ഒന്ന് ഷാലോ ഫ്രൈ ആയി വന്നാൽ മതി. ചിക്കനും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് മൊരിഞ്ഞു തോന്നുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഒന്ന് ഷാലോ ഫ്രൈ ആയി മതി കേട്ടോ. അതിൻ്റെ പുറമൊക്കെ ഒന്ന് മൊരിഞ്ഞു വരണം. ഞാനിവിടെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. വല്ലാതെ കരിഞ്ഞു പോവരുത്. അപ്പോൾ ഇതാ 2 സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. വളരെ കുറച്ച് സമയം മതി. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത് വെച്ച് കോരുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ഓയിലൊന്നും ഇല്ലാണ്ട് കോരിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള ചിക്കനെല്ലാം തന്നെ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ ഇതുപോലെ ഒരു പാനും ചൂടാൻ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മളിപ്പം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ വെളിച്ചെണ്ണയുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഏകദേശം ഒരു 5 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 1 സവാള നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ആദ്യം തന്നെ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ചിക്കൻ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യാൻ നേരത്ത് അതിലേക്ക് ഒരു 2 നുള്ള് പഞ്ചസാരയും കൂടി ഇട്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നല്ലൊരു കളറായിട്ട് പെട്ടെന്ന് കിട്ടും. വല്ലാണ്ട് അങ്ങ് ഗോൾഡൻ കളർ, ഒരു ബ്രൗൺ കളറിലേക്ക് എത്തരുത്. ഒരു ഗോൾഡൻ കളർ എത്തുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കണം. അത് ഇരുന്ന് തന്നെ അതങ്ങ് ബ്രൗൺ കളറിലായിക്കോളൂ കേട്ടോ. അപ്പം സവാള കോരി മാറ്റിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെലയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാ സവാളയും കറിവേപ്പിൻ്റെലയും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും 1/4 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും ചതച്ചതും കൂടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഒരു 10-15 സെക്കൻഡ് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി തൊലിക കളഞ്ഞ് കട്ട് ചെയ്ത് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതിയാവും. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഈ ഒരു ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. മൊത്തത്തിൽ ഒരു 5 സവാളയാണ് ഞാനിതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത്. അതിൽ ഒരെണ്ണം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ഞാൻ നേരത്തെ സവോള ഫ്രൈ ചെയ്ത് മാറ്റിയപ്പം അതിലേക്ക് 2 നുള്ളി പഞ്ചസാര ഇട്ടിരുന്നു. അത് നമ്മൾ ടേസ്റ്റിനും നല്ലതാണ്, പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ മാറി വരാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സവോളയും ഫ്രൈ ചെയ്തപ്പോൾ ഇതിലേക്ക് 2 നുള്ളി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിക്കാതിരുന്നത് ചിലവർക്കത് ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറിലേക്ക് അത് വരാൻ സഹായിക്കും, ടേസ്റ്റിനും നല്ലതാണ്. അപ്പോൾ അത് ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 4-5 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റായി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയം വരെ നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 4-5 മിനിറ്റ് സമയം നമുക്കിതിന് വേണ്ടി വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാം, വിട്ടുപോകരുത്. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ആ തവി വെച്ചിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ടത് ഉടഞ്ഞ് കിട്ടും. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് നല്ലൊരു സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യം ചേർക്കുകയാണ്. സീക്രട്ടൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു 10-12 വറ്റൽ മുളക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇത് ചെയ്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് ഈ ഒരു കൂട്ട് ചേർക്കുമ്പോൾ. ഏകദേശം ഒരു 30 സെക്കൻഡ് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത്. ഏകദേശം 1.5 കിലോ ചിക്കൻ ഉണ്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഈ ഒരു ഇറച്ചിക്കറിയിൽ നമ്മൾ മുളക് പൊടിയേക്കാളും കുറഞ്ഞ രീതിയിലാണ് മല്ലിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ പൊടികളിലേക്ക് ഒരു പച്ചക്കുത്ത് മണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഏകദേശം ഒരു 10-15 സെക്കൻഡ് മതിയാവും. അപ്പോൾ ഇതാ നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടാണ് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 2 കപ്പ് അളവിലൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കി ചേർക്കുക. നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം അതനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് മാറ്റിയിരിക്കുന്ന ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാവും. അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഇച്ചിരി വെള്ളം കുറവ് തോന്നിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുകയാണ്. ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ള ഒരു സമയം വേണമല്ലോ. മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ കുറേ സമയം വേണ്ടി വരില്ല, എന്നാലൊരു 10 മിനിറ്റിനടുത്ത് സമയം വേണ്ടി വരും. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഇടയ്ക്കൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് തന്നെയാണ് എനിക്ക് സമയം വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഗ്രേവിയൊക്കെ ഒരു റോസ്റ്റ് ആണെങ്കിലും ചെറിയൊരു ഗ്രേവി നമുക്ക് ഇതിൽ വേണം. നിങ്ങൾക്ക് അതല്ല ഒട്ടും തന്നെ ഗ്രേവി വേണ്ട എങ്കിൽ വറ്റിച്ചെടുക്കാം. ഈ ഒരു കറി ഇരുന്ന് തന്നെ കട്ടിയായിട്ട് നല്ല തിക്കായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനി അധികം വറ്റിക്കുന്നില്ല. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കുക. അപ്പോൾ ഞാനാകെ 2 ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മളുടെ ടേസ്റ്റിനും ഹെൽത്തിനൊക്കെ അനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവ് നിങ്ങൾ നോക്കി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അവസാനമായിട്ട് ഒരു 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിച്ച ഗരം മസാലപ്പൊടി ആയതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ചതാണെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള സവാളയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ ഈ ഒരു ഇറച്ചിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം താല്പര്യം ഇല്ലെങ്കിൽ നെയ്യ് ഒഴിവാക്കുക. നെയ്യ് ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ ഒന്ന് കുറച്ചിടുക, നന്നായിട്ടൊന്ന് കുറച്ചിടുക. അതിനുശേഷം ഒരു വാഴയില വെച്ചിട്ട് ഇതൊന്ന് മൂടി കൊടുത്തിട്ട് ഇതിനെ ഒന്ന് അടച്ച് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഈ ഒരു രീതിയിൽ അങ്ങ് വെച്ച് കൊടുക്കുക.
നിങ്ങൾ വിറകടുപ്പിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീയെല്ലാം മാറ്റിയ ശേഷം ഇതുപോലെ അങ്ങ് വെച്ചാൽ മതി കേട്ടോ, ഒരു 5 മിനിറ്റ്. അപ്പോൾ ഗ്യാസുമ്പിലാവുമ്പോൾ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആ വാഴയുടെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ ഇതിലിറങ്ങും, വാഴ ഇലയുടെ ഫ്ലേവറൊക്കെ ഇതിലിറങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫാക്കി പിന്നീട് നമുക്ക് സെർവ് ചെയ്താൽ മതി. അപ്പോൾ അതാ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് തീ ഓഫാക്കി. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഒന്നും കൂടി ഇരുന്നൊന്ന് തിക്കായി വന്നിട്ടുണ്ട്, ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.